ബഹുമാന്യരായ സഹോദരന്മാരെ, നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് ഈ കാലഘട്ടത്തെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവവചനത്തിൽ നിന്നും ചില വാക്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയത്ത് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. യേശു കർത്താവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നമ്മളുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവികമായ അനുഗ്രഹം തലമുറയോളം അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ, അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ. ഇപ്പോൾ നമ്മുടെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. അതാരും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് നമുക്ക് ദോഷം ചെയ്യുന്നതാണ്. ചെറിയതല്ല, വലിയ ദോഷം ചെയ്യുന്നു. ആയതിനാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നല്ല വഴികളിൽ കൂടി യാത്ര ചെയ്യുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അതാണ് കർത്താവ് പറഞ്ഞു. യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഇപ്രകാരം ലോകത്തോട് പറഞ്ഞു: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. ഇപ്പോൾ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം അതിനായി ഒരുങ്ങിയിരിക്കേണ്ടവരാണ്. മനുഷ്യരോടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നാം അത് ചെവിക്കൊള്ളുകയും അതിനെ തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. സ്വർഗമെന്ന് പറഞ്ഞാൽ അനന്തമായ ജീവിതം എന്നാണ് അവിടെ കാണിക്കുന്നത്. ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചെറിയ കാലം. അത് കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളൊക്കെ എപ്പോഴും മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും മനുഷ്യന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നതുമായ ഒരു ജീവിതമാണ് ഈ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നുള്ള ഈ ചെറിയ കാലഘട്ടം. അപ്പോൾ ഇവിടെ പറയുകയാണ് അനന്തമായ ജീവിതം. അതിനാണ് നമുക്ക് വേണ്ടി സ്വർഗരാജ്യം ഒരുക്കിയിരിക്കുന്നതും അവിടേക്ക് നമ്മളെ ചേർത്ത് കൊണ്ടുപോകുവാൻ യേശു കർത്താവ് രണ്ടാമത് വരുന്നത്. ആദ്യം വന്നത് നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ആയിരുന്നു. കാരണം നമുക്ക് നമ്മളെ സ്വയം ശുദ്ധീകരിക്കുവാൻ കഴിയുകയില്ല. പാമ്പ് കടിച്ച മനുഷ്യന്റെ ശരീരത്തിലെ രക്തമെടുത്ത് വേറൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചെന്നാൽ അവന്റെ ശരീരത്തിലും ആ പാമ്പിന്റെ വിഷം കലർന്നു എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യന് സ്വയം അവനിലുള്ള കുറവുകളെ പരിഹരിച്ച് അവന് നീതിമാനാകുവാൻ കഴിയുകയില്ല എന്ന് ബോധ്യമുള്ള ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മുടെ മാനവരാശിക്ക് മുഴുവൻ വേണ്ടി കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി ഞാൻ വീണ്ടും വരും എന്ന പ്രഖ്യാപനം അത് ഉറപ്പുള്ളതാണ്. അതിന് സമയം അടുത്തിരിക്കുകയാണ് എന്നുള്ളത്. ദൈവം നമുക്ക് സൗജന്യമായി നൽകുന്നത് ഒന്നാണ്. സൗജന്യം എന്താണ്? രക്ഷാമാർഗം, ദൈവത്തിന്റെ കൃപ. ബൈബിൾ പറയുന്നത് കൃപായുഗമാണെന്ന്. ദൈവത്തിന്റെ സ്നേഹം സകല മനുഷ്യരിലേക്ക് ഒഴുകിയെത്തുന്ന കാലഘട്ടം. ഇപ്പോഴാണ് നാം ദൈവത്തെ
അറിയുകയും ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്ത് നമ്മുടെ ജീവിതം ധന്യമാക്കുകയും ദൈവരാജ്യം ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ പ്രവേശിക്കുവാൻ യോഗ്യരായി തീരേണ്ടതും ഇപ്പോൾ തന്നെ. ഇനി പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം പറയുക. അപ്പോൾ പാപത്തിന്റെ ശമ്പളം മരണം. ആ പാപം നീക്കിക്കളയുവാനാണ് യേശു. നമ്മൾ പലവട്ടം നമ്മുടെ പാപത്തെ നീക്കിക്കളഞ്ഞതാണ്, പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിച്ചതാണ്. എന്നാൽ പാപം നമ്മളിൽ അവശേഷിക്കുന്നത് കാരണമാണ് വീണ്ടും വീണ്ടും നാം ഉപേക്ഷിച്ച അതേ പ്രവൃത്തി, അതേ തെറ്റ് പിന്നെയും പിന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം പാപപൂർണരല്ല, പാപത്തിൽ നിന്ന് മുക്തരല്ല. അങ്ങനെ മുക്തരാകുവാൻ ഒരു വ്യക്തിക്ക് കഴിയുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് സകല മനുഷ്യരെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ക്രൂശിക്കപ്പെട്ടു, തന്റെ രക്തം, മാനവരാശിയുടെ രക്തം, മാനവരാശിയുടെ പാപത്തെ കഴുകിക്കളയുവാനുള്ളതായി മാറി. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇന്നലെ വരെ ദൈവമില്ലാത്തവനായിരുന്നു, ദൈവത്തെ അനുസരിക്കാത്തവനായിരുന്നു, ദൈവത്തിന്റെ വഴികളെ മറിച്ചു കളഞ്ഞിട്ട് അവനവന്റേതായ സ്വന്തം വഴികളിൽ കൂടി യാത്ര ചെയ്ത് നശിച്ചു നഷ്ടപ്പെട്ടു പോയവരാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കാതിരിപ്പാനും കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ അവനോട് കൂടെ നാം പോകേണ്ടതിനായും നമുക്കൊരുക്കിയിരിക്കുന്ന നിത്യതയിൽ പ്രവേശിക്കേണ്ടതിനായും നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി യേശു ഇവിടെ വന്നു. ആ യാഗം ഇവിടെ പൂർത്തീകരിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ കാണുവാൻ കഴിയും. നമുക്ക് സ്വയം നേടിയെടുക്കാവുന്ന ഒന്നല്ല സ്വർഗം. സ്വർഗം പാപികളായ നാം അർഹിക്കുന്നതുമില്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളാലും കാരണമല്ല. ഇപ്പൊ നമ്മൾ കുറച്ച് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് കർത്താവിന്റെ വരവ്, കർത്താവ് വരും എന്നുള്ളതറിയാം. ഇപ്പൊ കർത്താവിന്റെ കൂടെ പോകുവാനായിട്ട് നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ പ്രവൃത്തി കൊണ്ട് ആർക്കും ദൈവരാജ്യത്തെ സ്വന്തമാക്കുവാൻ കഴിയുകയില്ല. നല്ല പ്രവൃത്തി നമുക്ക് എത്ര പ്രാവശ്യം ചെയ്യുവാൻ കഴിയും. എന്നാൽ ഒരു പുതിയ സൃഷ്ടിക്ക് അങ്ങനെയല്ല. ആ പുതിയ സൃഷ്ടി പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിതവും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ദൈവം ഒരുക്കിയിരിക്കുന്ന വഴികളിൽ കൂടി നടക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതാണ് പുതിയ സൃഷ്ടി. ആ സൃഷ്ടി ഒരു കാര്യം ഉപേക്ഷിച്ചാൽ അത് ഉപേക്ഷിച്ചത് തന്നെയാണ്. അതിന് സാക്ഷി ദൈവമാണ്. അത് നാം അറിഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്ന്. അങ്ങനെ നാം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് പ്രിയമുള്ളവരിൽ നാം രക്ഷിക്കപ്പെടുകയും ദൈവരാജ്യത്തിന് അവകാശികളായി തീരുകയും നാം പാപമില്ലാത്തവരായി വിശുദ്ധീകരിക്കപ്പെട്ടവരായി കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ അവനോട് കൂടെ എടുക്കപ്പെടുകയും ചെയ്യുന്നത് എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. കൃപ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്തതിന് അർഹമാക്കുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. വിചിത്രമായി ഒന്നും നമുക്ക് തോന്നേണ്ട കാര്യമില്ല. പക്ഷേ ഈ സത്യം നിങ്ങൾ അറിയാതെ പോകരുതല്ലോ. കൃപ എന്ന് പറയുന്നത് ഒരു മനുഷ്യനും അവകാശപ്പെട്ടതല്ല. കാരണം ദൈവത്തെ അനുസരിക്കാതെ മനുഷ്യൻ ജീവിക്കുമ്പോൾ, ദൈവത്തെ അറിയാതെ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ജീവിക്കുന്ന മനുഷ്യനോട് ദൈവം കാണിച്ച കരുണയ്ക്കാണ് കൃപ എന്ന് പറയുന്നത്. അതാണ് ഈ ലോകത്ത് മറ്റാർക്കും നൽകുവാൻ കഴിയാത്ത ദൈവത്തിന്റെ സ്നേഹം. അത്രയും ത്യാഗമാണ് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത്. തന്റെ ശരീരത്തിൽ ഓരോ ആണിയും അടിച്ചു കയറ്റിയപ്പോൾ യേശു പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതേ എന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്.
നമ്മളെങ്ങാനും ആണെങ്കിൽ ഈ ആണിയൊക്കെ ഊരുവാൻ എന്റെ മകൻ വരും, അവൻ വന്ന് ആണി ഊരിക്കഴിയുമ്പോൾ ഞങ്ങൾ കുടുംബത്തോടെ അങ്ങ് വരും എന്ന് പറയും. എന്നാൽ യേശു അപ്രകാരമല്ല, അവർ അറിയാത്തവരും അറിവില്ലാത്തവരുമാണ്. അങ്ങനെ അറിയുവാൻ വേണ്ടിയാണ് ഇവിടെ കൃപ, സർവകൃപാലുവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിന് മനുഷ്യന് യാതൊരു അർഹതയുമില്ല. അതിന് കാരണം ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ജീവിക്കുന്ന മനുഷ്യനാണ്. അതാണ് ഇവിടെ ദൈവത്തിന്റെ കൃപ. സൗജന്യമെന്ന് പറയുന്നത്, നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അതിനാൽ സ്വർഗം നിങ്ങൾക്ക് ദാനമായി നൽകുന്നു. പക്ഷേ അത് സ്വീകരിക്കുവാനുള്ള അവസരം അതിപ്പോഴാണ് നാം ജീവിച്ചിരിക്കുന്ന. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഈ ചെറിയ കാലഘട്ടത്തിൽ നമുക്ക് തീരുമാനിക്കാം, ദൈവത്തിന് ഒരുക്കിയിരിക്കുന്ന സ്വർഗം വേണോ, അതോ ദൈവം ഒരുക്കാത്ത മറ്റു സ്ഥലം വേണോ എന്ന് ഇവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം. സ്വർഗം എന്ന ദാനം ലഭിക്കുന്നവർ അല്ലെങ്കിൽ ലഭിക്കുവാൻ മനുഷ്യൻ അർഹനല്ല. കാരണം മനുഷ്യൻ ജന്മനാ പാപിയാണ്. അത് പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ആദ്യ പിതാവായ ആദാമും ഹവ്വയും പാപം ചെയ്തു. അപ്പോൾ പാപം എവിടെ നിന്ന് വരുന്നു എന്നിവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിലുള്ള നന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുതേ എന്ന് ദൈവം മനുഷ്യനോട് പറഞ്ഞു. എന്നാൽ നല്ല നിറവും നല്ല ഗന്ധവും അതിന്റെ രുചി എന്താണെന്ന് അറിഞ്ഞിട്ട് പോലുമില്ലെങ്കിലും അതിനൊരു നല്ല രുചിയുണ്ട് എന്ന് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് ദൈവം നിഷേധിച്ചിരുന്നതായ ആ ഫലം അവൻ തിന്നുവാനിടയായി. അവിടെ സംഭവിച്ചത്, പാപം പുറത്തായിരുന്നു നിന്നത്. ആ പാപത്തെ നാം സ്വീകരിച്ച് നമ്മുടെ അകത്താക്കി എന്നുള്ളത്. അപ്പോൾ പുറത്തു നിൽക്കുന്ന പാപത്തെ നാം വിളിച്ച് അല്ലെങ്കിൽ നാം അതെടുത്ത് ഉപയോഗിക്കുക. അങ്ങനെയാണ് നാം ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി, ദൈവസന്നിധിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരായി, നിത്യമരണത്തിന് യോഗ്യന്മാരായി തീരുന്നത് എന്ന്. ജന്മനാൽ പാപിയായ മനുഷ്യന്റെ നീതി പ്രവൃത്തികൾ അവന്റെ രക്ഷയ്ക്ക് പര്യാപ്തമല്ല. ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ. മനുഷ്യൻ നീതി പ്രവൃത്തികൾ ചെയ്യുന്നത് ദൈവത്തിന്റെ മുൻപിൽ കറപുരണ്ട തുണി പോലെയാണെന്ന് യെശയ്യാ പ്രവചനം 64-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പറയുകയാണ്. അപ്പോൾ മയക്കുമരുന്ന് കഴിക്കണോ? അതാണോ നല്ലത്? ധാരാളം മദ്യം കഴിച്ചിട്ട് സ്വയമല്ല മറ്റുള്ളവരെ കൂടിയും നശിപ്പിക്കണോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അതിനാണ് ഇവിടെ ദൈവമായ കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ ഇത് രക്ഷയുടെ സമയമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള സുവർണാവസരം, സമയം ഇതുതന്നെ എന്ന് ഇവിടെ ഈ പുണ്യപ്രവർത്തികൾ ചെയ്ത് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരും എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ, അത് സാധ്യമല്ല. കാരണം യെശയ്യാ പ്രവാചകൻ തന്നെ പറയുന്നു, മനുഷ്യന്റെ നീതി പ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെയാണ്. കറപുരണ്ട തുണിയുടെ വിശേഷം എന്താണ്? മാന്യമായ സ്ഥലങ്ങളിലെങ്ങും ഉടുത്തുകൊണ്ട് പോകുവാൻ പറ്റുകയില്ല. ചെന്ന് കഴിഞ്ഞാൽ ഒരു വില കൽപ്പിക്കും, ഇന്നതെന്ന്. അതുപോലെയാണ് ദൈവസന്നിധിയിൽ ഈ മനുഷ്യന്റെ ഭൂമിയിൽ, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ നീതിപ്രവൃത്തി. ആ നീതിപ്രവൃത്തി കൊണ്ട് ഒരുത്തർക്കും ദൈവസന്നിധിയിൽ നിൽക്കുവാനോ, കർത്താവിന്റെ 2ാമത്തെ വരവിൽ അവനോട് കൂടെ ചേരുവാനോ, നിത്യതയായി അവൻ ഒരുക്കിയിരിക്കുന്ന അസ്വർഗരാജ്യം ഭവനത്തിൽ പ്രവേശിക്കുവാനോ ആർക്കും കഴിക്കുകയില്ല. കഴിയുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതാണ് വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാണ് എന്ന് വിളിച്ചു പറഞ്ഞ യേശുക്രിസ്തു എന്ന ഏക രക്ഷകനിൽ കൂടി മാത്രമാണ് നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നത്. മനുഷ്യന്റെ ശരീരം മാത്രമാണ് ഈ ഭൂമിയിൽ നശിച്ചു പോകുന്നത്, മണ്ണോട് ചേരുന്നത്. അവന്റെ ആത്മാവിന് നാശമില്ല.
അതിനാണ് പറയുന്നത് സകല ആത്മാക്കളുടെയും ഉടമസ്ഥനായ ദൈവം, സകല ആത്മാക്കളുടെയും ഉടമസ്ഥനായ ദൈവമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ നാം അനുസരിക്കുക, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുക. മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക. അവനാണ് യഥാർത്ഥത്തിൽ നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാനും മനുഷ്യന് കഴിയുകയില്ല. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. റോമർ 3:12 പറയുന്നു, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നും തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായിത്തീരും. 10 കൽപ്പനകളാണ് ദൈവത്തിന്റെ ന്യായപ്രമാണം എന്ന് പറയും. ഈ ന്യായപ്രമാണം 9 എണ്ണവും അനുസരിച്ചു. 10ാമത്തതിൽ അവൻ തെറ്റിപ്പോയി. വീണ്ടും അവൻ താഴേക്ക് വന്നു, സീറോയിലേക്ക്. യാതൊരു പുരോഗതിയും പ്രാപിക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ സീറോയായി പോയ മനുഷ്യൻ ഒരിക്കലും കർത്താവ് എപ്പോൾ വരുമെന്ന് ആർക്കും അറിഞ്ഞുകൂടെ. ശിഷ്യന്മാർ ചോദിച്ചപ്പോഴൊക്കെയും പറഞ്ഞത് അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല, ഒരുങ്ങിയിരിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരുങ്ങിയിരിക്കണം. അങ്ങനെ ഒരുങ്ങിയിരുന്ന 10 കന്യകമാരെ പറ്റി പറയുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ. അവർ മണവാളനെ എതിരേൽക്കുവാൻ 5 കന്യകമാർ വിളക്കിൽ എണ്ണയൊഴിച്ച് തിരിയും കത്തിച്ച് കാത്തുനിന്നു. 5 കന്യകമാർ എണ്ണയില്ലാത്ത വിളക്കുമായി മണവാളനെ കാത്തുനിന്നു. മണവാളൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം പകരുന്ന ഒരു ദിവസമാണ് 2 വ്യക്തികൾ തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹം അത്രയും വലിയ സന്തോഷമുള്ള ഒന്ന് ഈ ലോകത്ത് വേറെയില്ല. അതുപോലെയാണ് മണവാളനായ കർത്താവ് തന്റെ സഭയാകുന്ന മണവാട്ടിയെ ചേർത്തുകൊണ്ട് പോകുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരുങ്ങിയിരിക്കണം എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. 10 കന്യകമാരിൽ 5 പേരുടെ കയ്യിൽ വിളക്കും തിരിയും. അവർ വിളക്ക് കത്തിച്ചു. മണവാളൻ അവരോട് കൂടെ അവരെയും ചേർത്തുകൊണ്ട് പോയി. 5 പേരോ ഇവിടെ തള്ളപ്പെട്ടവരായിപ്പോയി. അപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെ തള്ളപ്പെട്ടവരുടെ പട്ടികയിലേക്ക് പോകരുത്. കാരണം രക്ഷയുടെ മാർഗം തുറന്നിരിക്കുന്നു. പഴയ നിയമം പഠിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയും. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. സാധാരണ മനുഷ്യർക്ക് പ്രാകാരത്തിൽ പോയിരുന്ന് ദൈവത്തെ ആരാധിക്കാം. കുറച്ചുകൂടെ മുതിർന്നവർക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാർക്ക് വിശുദ്ധ സ്ഥലത്ത് കടന്നു. എന്നാൽ മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് കടന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ ക്രൂശമരണത്തോട് കൂടി ആ നിയമങ്ങളെ എല്ലാം ഇടിച്ചു കളഞ്ഞു. ആ ചുവരിനെ പൊളിച്ചു കളഞ്ഞു. ദൈവവും മനുഷ്യനും അകന്നു നിൽക്കേണ്ടവരല്ല, അടുത്തു നിൽക്കേണ്ടവരാണ്. സകലരും ദൈവത്തിന്റെ മക്കളാണ്. ദൈവമാണ് അവരുടെയൊക്കെയും അപ്പൻ, പിതാവ്. ആ ദൈവത്തിന് വിവേചനമില്ല. ആരെയും വിവേചിച്ച് മാറ്റി നിർത്തുകയില്ല. എല്ലാവരും എന്റെ സൃഷ്ടി. ദൈവം തന്റെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച സൃഷ്ടിച്ച അത്യുത്കൃഷ്ട സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യനെ ദൈവം ഒരിക്കലും തരംതിരിച്ച് മാറ്റി നിർത്തുകയില്ല. ആ ദൈവം നമ്മെ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് ആർക്ക് വേണമെങ്കിലും കടന്നു ചെല്ലാം. ഇപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാം. നാം ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് യേശുവേ, എന്നെ രക്ഷിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്റെ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ആർക്ക് വേണമെങ്കിലും അവരിയ്ക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ചെന്നാൽ ആത്മാവാകുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആ ദൈവത്തിന് കണ്ണുണ്ട്, ചെവിയുണ്ട്, കേൾക്കുകയും ചെയ്യും, കാണുകയും ചെയ്യും. ആ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഞാനൊരു ചെറിയ ഉപമ ഓർക്കുകയാണ്.
ഒരു കൃഷിക്കാരൻ താൻ കൃഷി ചെയ്ത് സമ്പാദിക്കുന്ന സകലതും തന്റെ ആവശ്യത്തിനെടുത്തതിന് ശേഷം ബാക്കിയെല്ലാം രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി കൊടുക്കുമായി. അത് രാജാവിന്റെ ഭണ്ഡാരത്തിൽ അത് സൂക്ഷിച്ചു വയ്ക്കും. ഒടുവിൽ ആ മനുഷ്യന്റെ മകളുടെ വിവാഹം അടുത്തപ്പോൾ ആ മനുഷ്യന്റെ ഒന്നുമില്ല. അദ്ദേഹം രാജാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞ്, രാജാവേ, എന്റെ മകൾക്ക് വിവാഹ നിശ്ചയം പൂർത്തിയായി, നല്ലൊരു ചെറുക്കനെ കണ്ടിരിക്കുന്നു, ആ വിവാഹം നടത്തുവാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞങ്ങൾക്ക് വിവാഹം നടത്തുവാൻ ആവശ്യമായ സാമ്പത്തികമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി, ഇവൻ ജോലി ചെയ്ത് അല്ലെങ്കിൽ ഇവൻ വീർത്തുണ്ടാക്കിയത് മുഴുവൻ കൊട്ടാരത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് നൽകിയവനാണ്, ഇവന്റെ ആവശ്യം ഇപ്പോൾ വന്നിരിക്കുന്നു, അവനെ ഞാൻ സഹായിക്കണമെന്ന്. രാജാവിന്റെ സിംഹാസനത്തിന്റെ അദ്ദേഹം കൈവയ്ക്കുന്ന അവിടെ 2 ചെറിയ പെട്ടികളും, അതിലൊരു പെട്ടി തുറന്നിട്ട് അതിൽ നിന്ന് ഒരു കൈ നിറച്ച് രത്നങ്ങൾ വാരി ആ കൃഷിക്കാരന് കൊടുത്തപ്പോൾ ആ കൃഷിക്കാരൻ പറഞ്ഞത്, എന്റെ മകളുടെ വിവാഹത്തിന് ഇത് മുഴുവൻ ആവശ്യമില്ല, ഇതിൽ 1 രത്നം മതി, ധാരാളമെന്ന് പറഞ്ഞു. നമ്മുടെ സമ്പത്ത്, നമ്മുടെ അധ്വാനം അതെല്ലാം യേശു കർത്താവിന് വേണ്ടിയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ സ്ഥലം എഴുതി കൊടുക്കുവാനോ നമ്മുടെ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നതെടുത്ത് കൊടുക്കുവാനോ അല്ല പറയുന്നത്. കാരണം സകല ശക്തിയുടെയും ഉടമസ്ഥനാണ് കർത്താവ്. ആ കർത്താവിന് നമ്മുടെ ഭൂമി വേണ്ട, നമ്മുടെ ധനം വേണ്ട, ആ കർത്താവാണ് നമുക്കിതെല്ലാം തന്നിരിക്കുന്നത്. ആ കർത്താവിന് വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും നിറച്ചു കൊടുക്കുവാൻ സമ്പന്നനാണ് യേശു കർത്താവ്. ആ യേശു കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവിൽ നിങ്ങളും സ്വർഗരാജ്യത്തിൽ അംഗമായിരിക്കും. ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതം സമാധാനമായിരിക്കും, സന്തോഷമുള്ളതായിരിക്കും, ഐശ്വര്യമുള്ളതായിരിക്കും, പരസ്പര സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നവരായിരിക്കും. ആ യേശുക്രിസ്തു നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും വസിക്കട്ടെ. യേശുവിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.